വാൽപ്പാറയിൽ നിന്നും മൂന്നാറിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ടയർ പഞ്ചറാവുന്നത്. അങ്ങനെ വാൽപ്പാറയിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് ടയർ മാറ്റാൻ പറ്റി. ഇനി അടുത്തത് മൂന്നാറിലേക്ക്. ഇതിപ്പോൾ വാൽപ്പാറയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ്. അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നേരത്തെ എത്തണം എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇത്ര മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ നിർത്തി വീഡിയോ എടുക്കാനൊക്കെ തോന്നുകയാണ്. ഇത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് അതിരമ്പള്ളി വഴി അതിരപ്പള്ളി വാൽപ്പാറയിൽ പോയി വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി വഴിക്ക് മൂന്നാറിലേക്ക് പോകുന്ന റൂട്ടാണിത്. ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഇവിടെയൊക്കെ കുറച്ച് നേരം നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം അവിടെ വണ്ടി നിർത്തി വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ഒരു പയ്യൻ വന്ന് പറയുന്നുണ്ട്. ഇതെന്താ കാരണം എന്നറിയില്ല. ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അപ്പോൾ കുറച്ച് നേരം എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. അല്ല വരുന്നുള്ളോ? അല്ലടാ അവിടുന്ന് വരുന്നുള്ളോ? വരുന്നു എത്തി വേണ്ട ഇപ്പഴെത്തിയത്. അതിൻ്റെ ഇടയ്ക്കിടെ റോഡ് പോകണല്ലോ. സ്പ്ലിറ്റ് ഇത് ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് അളിയാർ ഡാം. ഈ ഡാമാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുക. അത്യാവശ്യം വലിയൊരു ഡാമാണ്. അതിന് കാണാൻ നല്ല ഭംഗിയാണ് അതൊക്കെ. അപ്പോൾ ഈ വഴിയിൽ നിർത്തി സർവത്തൊക്കെ കുടിച്ച് കാരണം ഞങ്ങളുടെ വെള്ളം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ കാട് വഴി പോകാനുള്ള റൂട്ടാണിത്. പക്ഷെ അന്ന് വളരെ തിരക്കായിരുന്നു. മൂന്നാറിൽ നിന്നും തിരിച്ച് വണ്ടികൾ ഇറങ്ങുന്ന ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച വൈകിട്ടാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെയിലത്ത് നിൽക്കേണ്ടി വന്നു. അങ്ങനെ മാത്രമല്ല കുറേ ബൈക്കേഴ്സ് ഉണ്ട് ഇതുപോലെ. അവരെല്ലാവരും ഇതുപോലെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൻദേവൻ ഹിൽസിൻ്റെ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 22 കിലോമീറ്ററാണ് മൂന്നാർക്കുള്ളത്. പോകുന്നത് നല്ല ചൂടത്താണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു പൊള്ളാച്ചി വഴി പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒടുക്കത്തെ ചൂടാണ് വന്നത്. അപ്പോൾ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഫോണൊക്കെ ഭയങ്കരമായിട്ട് ഹീറ്റാവുമായിരുന്നു. സ്റ്റക്കാവുകയാണ് ഫോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനിടയിൽ സ്കൂട്ടർ പോകുന്ന വഴിക്ക് ഓവർ ഹീറ്റായി തുടങ്ങിയപ്പോൾ കുറച്ച് നേരം നിർത്തിടേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് പോകാമെന്ന് വെച്ചാൽ അതൊരു നല്ല ഓപ്ഷനല്ല. കാരണം
ഈ മാർച്ച് ഏപ്രിൽ മെയ് ജൂണുകളിൽ മാസങ്ങളിൽ പോകാതിരിക്കുകയായിരിക്കും നല്ലത്. ഇത്തിരി തണുപ്പുള്ള സീസണിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാഴ്ചകൾ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. തെറ്റത്തേക്കാണല്ലേ എൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ മൂന്നാറിൽ നിന്നും തിരിച്ച് തൃശ്ശൂരിലോട്ട് പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാറെത്തി. മൂന്നാറിൽ നിന്ന് തിരിച്ചു പോവാണ്. തിരിച്ച് ഒരു കാട് വഴിക്കാണ് ഞങ്ങൾ പോകുന്നത്. അത് കൂടെയുള്ളവർത്തിന് അഡ്വഞ്ചർ കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കാട്ടുകൂടെ പോവുകയാണ്. പക്ഷേ വരുന്ന സമയത്ത് കുറേ KSRTC ബസ്സുകളൊക്കെ ആ വഴിക്ക് വരുന്നുണ്ട്. അവിടെ കാട്ടുകൂടെ റൂട്ടടിക്കുന്ന ഒരു ബസ്സാണ്. അപ്പോൾ അവർ അതിൽ ലാസ്റ്റ് ബസ് വന്നപ്പോൾ പറഞ്ഞു 2 കാട്ടുപോത്തുണ്ട്, സൂക്ഷിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭാഗ്യവശാലൊന്നും ഉണ്ടായില്ല, ഒന്നും കാണാൻ പറ്റി. കാരണം ഈ ബസ്സുകളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ അകത്തേക്ക് കയറിപ്പോയി. ഭയങ്കര ശരിക്കും ആ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പേടിയാവും. ബൈക്കിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കും. നമുക്ക് വീഡിയോ കാണാം. ചൂട് വരണുണ്ടോ? അടിമാലെത്തുമ്പോഴേക്കും ചൂട്. ഞങ്ങൾ അടിമാലെത്തിയിരിക്കുന്നു.